ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ ഒരു ബ്ലൗസിൻ്റെ കട്ടിങ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റിച്ചിങ് കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് പറയില്ല, പക്ഷേ നിങ്ങൾക്ക് എല്ലാം നന്നായിട്ട് മനസ്സിലാവുന്ന രൂപത്തിൽ തന്നെ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോസൊക്കെ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട് സ്റ്റിച്ചിങ്ങിൻ്റെ, അപ്പോൾ നിങ്ങൾ അത് നോക്കിയാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പീസുകളെല്ലാം നമ്മുടെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഒരുപോലെ വെച്ച് അതൊക്കെ ഒന്ന് തയ്ച്ചെടുത്തു കേട്ടോ, ഒരുമിച്ച് തയ്ച്ചെടുത്തു. കണ്ടില്ലേ, ആ ഫ്രണ്ട് പാർട്ടിൽ നമുക്ക് 3 പീസ് ഉണ്ടാവില്ല, അപ്പോൾ അതൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതേ ലൈനിങ് വെച്ചിട്ട് യോജിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മളിത് ഈ ഒരു രീതിയിൽ അത് എല്ലാം പീസുകളും വെക്കണം കേട്ടോ. അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട്. എല്ലാവർക്കും അറിയുമായിരിക്കും, പക്ഷേ എന്നാലും അറിയാത്തവരുണ്ടാവുമല്ലോ. അപ്പോൾ അതായത് ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കട്ടോ. അപ്പോൾ ഇത് ജോയിൻ ചെയ്യുമ്പോൾ ഒരിക്കലും ഈ പീസ് വലിച്ചിട്ട് നമ്മൾ തയ്ക്കരുത് കേട്ടോ. വലിച്ച് തയ്ക്കുമ്പോൾ അടിയിൽ കയറി ഇറങ്ങി നിൽക്കും. അങ്ങനെ ആകുമ്പോൾ അത് ശരിയാവില്ല, കട്ട് ചെയ്ത് പോകാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ആ തുണിയോട് ചേർത്ത് വെച്ച് തന്നെ തയ്ച്ചെടുക്കുക കേട്ടോ, വലിക്കാണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്ക് പീസാണ്. അപ്പോൾ ബാക്ക് പീസിൽ നമ്മളിത് ഇതുപോലെ ലൈനിങ്ങും മെയിൻ ക്ലോത്തായിട്ട് ഇതേ തയ്ച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ബാക്ക് ഓപ്പൺ ആണല്ലോ ഇട്ടിരിക്കുന്നത്, അപ്പോൾ അത് തയ്ച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാനുണ്ട്. നമ്മൾ അതിൻ്റെ ഡാർട്ട് ഇട്ടില്ലല്ലോ, നമ്മൾ 1 ഇഞ്ചിൻ്റെ ഡാർട്ട് നമ്മൾ കൊടുത്തില്ലേ. അപ്പോൾ ഞാൻ ഇപ്പുറത്ത് ഡാർട്ട് വരച്ചില്ലേ, അത് ഞാൻ ഡാർട്ട് വരച്ച് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ 2 ഭാഗത്തും ഡാർട്ടുകൾ 1 ഇഞ്ചിൻ്റെ നമ്മൾ ഇട്ടിട്ടുണ്ട്, അത് രണ്ടും ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് കൊണ്ടുവരിക. അപ്പോൾ ഇതേ ഫ്രണ്ട് പാർട്ട് ഇതേ തയ്ച്ചു കൊണ്ടുവന്നു. അപ്പോൾ നമുക്കിത് ഈ ഒരു പോലെ നമുക്ക് കിട്ടുമ്പോൾ അതിൻ്റെ പഫൊക്കെ വരുമ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് വരും കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ലെവലിൽ നിങ്ങൾ തയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ വ്യത്യാസങ്ങൾ വരില്ല കേട്ടോ, ഈ ഒരളവ് നോക്കിയിട്ട്. അപ്പോൾ കണ്ടോ, ആ പഫാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇനി ബാക്കിൽ നമുക്ക് ഹുക്കും അയ്യും കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഹുക്ക് അയ്യ കൊടുക്കേണ്ടത് കണ്ടില്ലേ, നമ്മൾ 2.5 ഇഞ്ചിൻ്റെ ഒരു പീസ് തുണി എടുക്കാം കേട്ടോ, 2.5 ഇഞ്ചിൻ്റെ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ തുണിയുടെ ചീത്ത പുറത്ത് വയ്ക്കുക കേട്ടോ. അതായത് ലൈനിങ്ങിൻ്റെ ആ ഭാഗിൽ അവിടെ നിന്ന് വെച്ചിട്ട് താഴെ തൊട്ട് താഴെ നമ്മളൊരു പട്ട വയ്ക്കുമല്ലോ, ഞാൻ ഈ വെക്കുന്ന പോലെ തന്നെ വെക്കുക കേട്ടോ. താഴെ നിന്ന് നമ്മൾ മുകളിലോട്ടാണ് തയ്ക്കേണ്ടത്. അത് ചീത്ത പുറത്തുനിന്ന് നല്ല പുറത്തേക്കാണ് തയ്ക്കേണ്ടത്. അയ്യിൻ്റെ ഭാഗം കേട്ടോ, ഹുക്കിൻ്റെ ഭാഗമല്ല. അപ്പം ഞാൻ ഇതൊരു നമ്മുടെ 4 ഇഞ്ച് തയ്യൽ തുമ്പുണ്ടല്ലോ, ആ തയ്യൽ തുമ്പി കൂടെ തയ്ച്ചു കൊണ്ടുവന്ന് ഞാൻ ഈ മടക്കുന്ന പോലെ മടക്കാട്ടോ. അതെങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. അപ്പം നിങ്ങൾ ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ മടക്കാം. വളരെ സിമ്പിളായിട്ടാണ് ചെയ്യണം കേട്ടോ, ഏറ്റവും എളുപ്പത്തിൽ. അപ്പോൾ ഇതുപോലെ നമ്മൾ തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ 2 തയ്പ്പ് അവിടെ കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. അതിന് ശേഷം നമുക്ക് ഹുക്ക് വയ്ക്കണം. അപ്പോൾ ഹുക്ക് വയ്ക്കുമ്പോൾ നമ്മൾ 1.5 ഇഞ്ചിൻ്റെ ഒരു പീസ് തുണി എടുക്കുക. നമ്മളിത് ഇതുപോലെ 4 ഇഞ്ചിൽ തയ്ക്കുക കേട്ടോ. നമ്മൾ നല്ല പുറത്ത് തന്നെ വയ്ക്കുക. അത് ചീത്ത പുറത്തേക്ക് പോകേണ്ടതാണ് ഹുക്കിൻ്റെ ഭാഗം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല പുറത്ത് വെച്ചിട്ട് തയ്ച്ചിട്ട് അത് കണ്ടോ ഇതുപോലെ ബാക്കിലേക്ക് എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ മടക്കാണ്, ഇതിൻ്റെ ഉള്ളിലേക്ക് ഫുള്ളായിട്ട് നമ്മൾ മടക്കി പോകും. മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചൊക്കെ പുറത്ത് തള്ളിയിട്ടല്ലേ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ. അപ്പോൾ ഇതിങ്ങനെ വയ്ക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗം ഞാൻ കാണിക്കുന്ന ആ ഭാഗത്തോടെ ഒരു തയ്യൽ കൊടുക്കുക കേട്ടോ നമ്മുടെ. അപ്പോൾ അത് ഉള്ളിലേക്ക് നല്ല വൃത്തിയായിട്ട് അത് മടങ്ങി നല്ല ഭംഗിയായിട്ട് വരും കേട്ടോ. എന്നിട്ട് നമ്മളിത് ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗം നല്ല നീറ്റായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാനത് തയ്ച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ ഇതുപോലെ തയ്ച്ചെടുത്ത് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ തയ്ക്കുന്നതൊന്നും കാണിക്കില്ല കേട്ടോ, ജസ്റ്റ് മെത്തേഡ് കാണിച്ചു തരാണ് കേട്ടോ. അതൊക്കെ മുമ്പ് ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ മതി കേട്ടോ, നമ്മുടെ ചാനലിൽ അതൊക്കെ ഉണ്ട് എടുക്കുന്നുണ്ട്. നമ്മളിതൊക്കെ തയ്ച്ചു കൊടുക്കുന്നത്. ഇനി നെക്ക് കേട്ടോ, നെക്ക് ഞാൻ ക്യാൻവാസാന്ന് പറഞ്ഞല്ലോ, ക്യാൻവാസിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ 3 ഇഞ്ചിൻ്റെ നെക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ക്യാൻവാസ് 2ആയിട്ട് മടക്കി വെച്ചിട്ട് 3 ഇഞ്ചിൻ്റെ നെക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാൻവാസിൽ 3 ഇഞ്ച് തന്നെയാണ് വരിക. പക്ഷെ നമ്മൾ നമ്മൾ മറ്റേ നെക്ക് എടുത്തത് 2.25, കാരണം തയ്ച്ചു വരുമ്പോൾ നമുക്ക് 3 ആവും. ഇത് ക്യാൻവാസിലായതുകൊണ്ട് നമ്മൾ 3 ഇഞ്ച് എടുത്തു കേട്ടോ. ഇനി താഴോട്ട് നമ്മൾ കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു 6.5 ഇഞ്ച് കൊടുത്തു. പക്ഷെ എനിക്ക് കുറച്ച് 6 ഇഞ്ച് കുഴപ്പമില്ല, ഇത്തിരി കൂടി വിട്ട് കൂട്ടിയാലോ അല്ല ലെങ്ത്ത് കൂട്ടിയാലോ എന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ വന്നപ്പോൾ. ഇങ്ങനത്തെ ഒരു ഫാഷൻ ഇതാണല്ലോ. അപ്പോൾ ഇതുപോലെ എന്നിട്ട് ഒരു ആലിയുടെ ഷേപ്പാണ് കൊടുത്തത്. അതിന് ഞാൻ പ്രത്യേകിച്ച് അളവൊന്നും കൊടുത്തില്ല, ഞാൻ എൻ്റെ ഒരു ഇതിലാണ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അളവ് എടുത്തിട്ട് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ചിലരിങ്ങനെ അളവിൽ ഇങ്ങനെ ചെയ്യണുണ്ട്. അപ്പോൾ അതുപോലെ എന്നിട്ട് 1 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ പുറത്തേക്ക് തള്ളി വരയ്ക്കുകയാണ് കേട്ടോ. ഇതുപോലെ തള്ളി വരച്ചിട്ട് നമുക്കറിയാമല്ലോ ക്യാൻവാസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ പുറത്തേക്ക് തള്ളി വരയ്ക്കാം 1 ഇഞ്ച്. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് കൊടുക്കണം. അത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കഴുത്ത് കറക്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, നെക്ക് നീങ്ങി പോകാതിരിക്കുക. അങ്ങനെ വെട്ടുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വരും കേട്ടോ. അവന് ഞാൻ ആ കട്ട് ചെയ്തെടുത്താണല്ലേ. ഇത് ഈ ഒരു രീതിയിൽ നിങ്ങൾ തുണിയിൽ വെച്ച് ഒട്ടിച്ച് കൊണ്ടുവരാണെങ്കിൽ കഴുത്ത് ഒരിക്കലും മാറില്ല, കറക്റ്റ് കഴുത്തായിട്ട് തന്നെ നമ്മുടെ നിൽക്കൂടെ നെക്ക് വിട്ട് നെക്കിൻ്റെ വൈഡ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സെൻറ്റർ പാർട്ട് ഇതുപോലെ എടുത്ത് നല്ല പുറത്ത് വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ പാർട്ട് എടുക്കുകയാണ്. നമുക്ക് അതിൻ്റെ നമ്മൾ തുണിയിൽ നമ്മൾ തയ്ച്ചു കൊണ്ടല്ലോ, അത് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അറിയില്ലെങ്കിൽ അത് നോക്കിയാൽ മതി. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ സെൻറ്റർ പാർട്ട് എടുക്കാതെ ഇതിൻ്റെ നല്ല പുറങ്ങൾ മുഖത്തോട് മുഖം വയ്ക്കുക കേട്ടോ. അതായത് ആ പീസിൻ്റെ നല്ല പുറം അതുപോലെ ആ ബ്ലൗസിൻ്റെ നല്ല പുറം ഒരുപോലെ വെച്ച് സെൻറ്ററോട് സെൻറ്റർ ചേർത്ത് വെച്ചിട്ട് നമ്മൾ തയ്ച്ചെടുക്കണം. അതിൻ്റെ ആ ഒരു
തെറ്റത്തോടെ നമ്മുടെ ആ ഒരു എന്താ പറയുക ക്യാൻവാസിൻ്റെ ആ അരിക് ചേർന്നിട്ട് നമ്മൾ തയ്ച്ചെടുക്കുക കേട്ടോ. അരിക് ചേർന്ന് തയ്ച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഇത് തയ്ച്ചു കൊണ്ടുവന്നിട്ട് കേട്ടോ. ക്യാൻവാസിൻ്റെ കട്ട് ചെയ്ത ഭാഗം ഇല്ലേ, ആ ഭാഗത്തോടെയാണ് ഇത് തയ്ച്ചെടുക്കുക കേട്ടോ. ഈ ഒരു ഭാഗത്തോടെ നമ്മൾ തയ്ച്ചെടുക്കുക. നിങ്ങൾക്ക് മനസ്സിലായി കാണല്ലോ. അപ്പോൾ ഞാൻ അതുപോലെ തയ്ച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഓരം ചേർത്ത് ആ വരച്ച ഭാഗത്തോടെ തയ്ച്ചു കൊണ്ടുവന്നിട്ട് എന്നാൽ അവിടെ നിന്ന് ഒരു 4 ഇഞ്ച് കുറച്ചിങ്ങോട്ട് നീക്കിയിട്ട് 4 ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ. ആ തയ്യലിൽ നമ്മൾ ഒരു കാരണവശാലും കട്ട് ചെയ്ത് പോകരുത്. ഇതുപോലെ ഒരു 4 ഇഞ്ച് വിട്ടിട്ടാണ്, തയ്ച്ചതിൽ നിന്ന് 4 ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് അറിയാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഫുള്ളായിട്ട് ഞാനത് കട്ട് ചെയ്തു. ഇനി എന്താ ചെയ്യുക, ആ 4 ഇഞ്ചിൽ നമ്മൾ ചെറിയ ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കുക. ഇത് ക്യാൻവാസ് വയ്ക്കാൻ അറിയാത്തവർ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ ഞാനിത് പറയുന്നത്. അപ്പോൾ അതായത് ഇതുപോലെ ഇങ്ങനെ നമ്മളൊന്ന് കട്ട് ചെയ്ത് ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് അത് തിരിച്ച് നമുക്ക് മറച്ചിട്ടുണ്ടതല്ലേ, നല്ല പുറത്തുനിന്ന് ചീത്ത പുറത്തേക്ക്. അപ്പോൾ നന്നായിട്ട് മറഞ്ഞ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളത് അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ പിന്നിലേക്കൊന്ന് അത് വെച്ചാൽ മതി കേട്ടോ. വെച്ചിട്ട് ഇനി അതൊന്ന് തയ്ച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് ആ ഫിനിഷിങ് ആക്കിയിട്ട് തയ്ച്ചു വരുമ്പോൾ നല്ല നെക്കായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളവിടെ കട്ട് ചെയ്തിടുമ്പോൾ കറക്റ്റായിട്ട് അത് ഉള്ളിലേക്ക് പൊക്കോളേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനവിടെ കട്ട് ചെയ്യണമെന്ന് പറയുന്നത്. അത് എല്ലാവരും ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഒപ്പം വെച്ച് ഒന്ന് വേണമെങ്കിൽ തേച്ച് നല്ല പോലെ അയൺ ചെയ്തെടുത്തിട്ട് ഒന്ന് അതിൻ്റെ നെക്കിൻ്റെ ആ തെറ്റ് ഭാഗത്തൊന്ന് അടിച്ച് തേണ്ട. ഈ ഒരു ഭാഗത്തോടെ ഒന്ന് തയ്യൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് വരും കേട്ടോ. നമുക്ക് ക്യാൻവാസിൽ ഇങ്ങനത്തെ നെക്കുകൾ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. കണ്ടോ, ഇതുപോലെ നമുക്ക് തയ്ച്ച് കിട്ടിയിട്ടുണ്ട്. ഞാനവിടെ തയ്ച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യണത് ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ക്രോസ് പീസാണ് വെക്കുന്നത് കേട്ടോ. ക്രോസ് പീസ് കണ്ടില്ലേ, ഇതുപോലെ ഒരു 1 ഇഞ്ചിൻ്റെ ക്രോസ് പീസാണ്. നമുക്ക് ഇതിപ്പോൾ അറിയാത്തവർ 1.5 ഇഞ്ചിൻ്റെ എടുത്തോ, അറിയണവർ 1 ഇഞ്ചിൻ്റെ എടുക്കുക. നന്നായിട്ട് വെക്കാൻ അറിയുന്നവർ കേട്ടോ. ക്രോസ് പീസ് വെക്കാൻ അറിയുമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഇതുപോലെ ക്രോസ് പീസ് ഒരുപോലെ വെച്ച് കൊണ്ടുവരിക. എന്നിട്ട് നമ്മുടെ ബാക്ക് നെക്കിൽ മാത്രമാണ് നമ്മൾ വെക്കുന്നുണ്ട്, 2 പുറങ്ങളും. അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ ക്യാൻവാസ് വെച്ചല്ലോ. ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ നമ്മൾ ക്രോസ് പീസ് വെച്ച് തയ്ക്കണം കേട്ടോ. എന്നിട്ടൊരു 4 ഇഞ്ചിൽ നമ്മൾ ഇതുപോലെ 3 പോയിൻറ്റ്, അതാണ് സ്റ്റാൻഡേർഡ് മെഷർ നമ്മുടെ തയ്യൽ എന്ന് പറഞ്ഞാൽ. നെക്കൊക്കെ തയ്ക്കുമ്പോൾ 3 പോയിൻ്റാണ് നമുക്ക് വേണ്ടത് കേട്ടോ. നമ്മുടെ ഇതിൽ ടേപ്പിൽ 3 പോയിൻറ്റ്. അപ്പോൾ ഇതുപോലെ നമ്മൾ തയ്ച്ചു കൊണ്ടുവരാം കേട്ടോ. അത് 2 ഭാഗത്തും നമ്മൾ ഞാൻ കാണിച്ച പോലെ തന്നെ തയ്ച്ചു കൊണ്ടുവരാം. എന്നിട്ട് തയ്ച്ചു കൊണ്ടുവരുമ്പോൾ കണ്ടില്ലേ, ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെയാണ് നമ്മൾ തയ്ച്ചു വരുമ്പോൾ കേട്ടോ. തയ്ച്ചു വരുമ്പോൾ ഞാൻ തുറന്നു നോക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്കിത് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് ഇതുപോലെ തയ്ച്ചു കൊണ്ടുവന്നു കണ്ടോ. അപ്പോൾ നമ്മുടെ ആ 2 ഭാഗങ്ങളും ഒപ്പം വെച്ച് നോക്കണം കേട്ടോ. അത് കറക്റ്റായിരിക്കണം. അപ്പോൾ അല്ലെങ്കിൽ അവിടെ കട്ട് ചെയ്ത് കളയേണ്ടി വരും. കറക്റ്റ് നോക്കിയിട്ട് എടുക്കുക കണ്ടോ. കൃത്യമായിട്ട് വന്നിട്ട് നമ്മുടെ ആ ഹുക്കും ഇതിൻ്റെ പട്ടയുടെ ഭാഗമൊക്കെ കണ്ടോ, താഴെ ഭാഗമൊക്കെ കറക്റ്റായിട്ട് വരണം കേട്ടോ. എന്നിട്ട് നമ്മളിത് ഇതുപോലെ എടുക്കുക. എന്നിട്ട് നമ്മളിത് എടുത്തിട്ട് നമ്മൾ ആ ഒരു നമ്മളെ ഒരു തയ്ച്ചൊരു 3 പോയിൻറ്റ് വിട്ടല്ലോ, 3 പോയിൻറ്റ് വിട്ടിട്ടാണല്ലോ നമ്മൾ ആ തയ്ച്ചിരിക്കുന്നത്. അതിൽ ഇവിടെ നമ്മളിത് ഇതുപോലെ ചെറിയ കട്ടിങ് നേരത്തെ കൊടുത്തില്ലേ, അതുപോലെ തന്നെ കൊടുക്കുക കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് നന്നായിട്ട് തിരിച്ചിടുമ്പോൾ നന്നായിട്ട് വളഞ്ഞു പോകാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗത്ത് നിങ്ങൾ ചെയ്യാം കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ചുറ്റും ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ മറച്ചിടുമ്പോൾ നല്ല ഇതായിട്ട് നമുക്ക് കിട്ടും. കണ്ടില്ലേ? അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് നെക്ക് ചെയ്യാവും ചെയ്യും. നല്ല നീറ്റായിട്ട് നമുക്ക് ആ ക്രോസ് പീസ് വെക്കാൻ നമ്മൾ പഠിക്കുകയും ചെയ്യും കേട്ടോ. കണ്ടോ? അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിയില്ലേ. ഇനി നമുക്ക് ഇതൊന്ന് മറച്ചിട്ടിട്ട് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ വെച്ച് നോക്കണം. നമ്മൾ ആ ഒരു ഭാഗം കയറി ഇറങ്ങി നിൽക്കുന്നുണ്ടോ, ആ ഹുക്കിൻ്റെയും അതിൻ്റെയും ഭാഗമൊക്കെ 2 ഭാഗങ്ങളും നോക്കണം. അപ്പോൾ ഇതുപോലെ ഇരിക്കണം നമ്മൾ, ഇതുപോലെ നമുക്ക് ഉണ്ടാവുക. അപ്പോൾ നമ്മളിത് ഇതുപോലെ മറച്ചെടുക്കുക കേട്ടോ. മനസ്സിലായല്ലോ? ഇതുപോലെ മറച്ചെടുക്കും. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഞാൻ എൻ്റെ വീഡിയോ നന്നായിട്ട് കാണാം കേട്ടോ. അപ്പം മനസ്സിലാവും. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ അടിയിൽ തയ്യൽ തുമ്പിട്ടാണ് കേട്ടോ 3 പോയിൻറ്റ്. അതിനോട് ചേർത്തിട്ട് ഇത് പിന്നിലേക്ക് വെച്ചിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കുകയാണ് വേണ്ട കേട്ടോ. നല്ല പുറത്തോടെ തന്നെ തയ്ച്ചിടുക. അപ്പോൾ നല്ല പുറത്തോടെ ഈ കാണുന്ന ഭാഗത്തോടെ തയ്ക്കുമ്പോൾ അടിയിലത്തെ തുണിയും അതിനോട് ചേർന്ന് വരണം കേട്ടോ. ആ തയ്യൽ കണ്ടില്ലേ, ഇങ്ങനെ തയ്ച്ചെടുക്കുക കേട്ടോ. തയ്ക്കുമ്പോൾ അടിയിലെ തുണിയിൽ നമ്മൾ മടക്കി വെച്ചത് അതും കൃത്യമായിട്ട് വരണം കേട്ടോ. അതുപോലെ തയ്ച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ തയ്ച്ചെടുത്ത് കൊണ്ടുവന്നല്ലോ, നിങ്ങൾ ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്ന പോലെ ഇതുപോലെ ഫുള്ളായിട്ട് തയ്ച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ ചെറുതായിട്ട് എക്സ്ട്രാ അങ്ങനെ നിൽക്കുന്നുണ്ടാവും, ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഇതുപോലെ ഈ ഒരു ഭാഗത്ത് കണ്ടില്ലേ, കുറച്ച് ഭാഗം ഇങ്ങനെ കൂടി നിൽക്കുന്നത് ചില ഭാഗങ്ങൾ നമുക്കുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടിക്കളയാം കേട്ടോ. ഇതുപോലെ ഒന്ന് വെട്ടിക്കളയാം. ആ ഭാഗങ്ങൾ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു 1.5 ഇഞ്ചിൻ്റെ പീസാണെങ്കിൽ എന്തായാലും കൂടുതലുണ്ടാവും. ഇതിപ്പോൾ 1 ഇഞ്ചിൻ്റെ ക്രോസ് പീസാണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അധികം വന്നിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇനി അത് ഉള്ളിലേക്ക് മടക്കി വയ്ക്കുകയാണ്. അതിപ്പോൾ ഉള്ളിലേക്ക് മടക്കാൻ വരട്ടെ. ഞാൻ കാണിച്ച എന്താണെങ്കിലും ഉള്ളിലേക്ക് മടക്കിയിട്ട് നമ്മൾ ഹാൻഡ് ഹെം ചെയ്യില്ല, അതാണ് ചെയ്യേണ്ടത് കേട്ടോ.
അപ്പോൾ ദേ ഇതുപോലെ നമുക്കിനി ഇതിനു മുമ്പ് നെക്ക് ജോയിൻ ചെയ്യാം കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മളിതേ ഫ്രണ്ട് ഭാഗം എല്ലാം നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. എന്നിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഫ്രണ്ടിൽ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ദേ ഇതുപോലെ വെക്കുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വെക്കുക കേട്ടോ. നമ്മുടെ ആ തയ്ച്ച ഭാഗമല്ലേ ദേ നിങ്ങൾ ഞാൻ പറയുന്നതിലേറെ ഇതിൽ ശ്രദ്ധിച്ചാൽ മതി. ഇതിൽ ശ്രദ്ധിച്ചിട്ട് ഇതിൻ്റെ നെക്ക് ദേ ഇതുപോലെ തയ്ച്ചു കൊടുക്കുക കേട്ടോ. അത് ഇപ്പുറത്തേക്കൊന്ന് മടക്കി കൊടുക്കുക. നമ്മൾ ആ കൂടുതൽ എക്സ്ട്രാ തയ്ച്ചിട്ട് ആ ഒരു ഭാഗമല്ലേ അത് ദേ ഇങ്ങനെ വെച്ചൊന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ കണ്ടോ ഒപ്പായിട്ട് നമുക്ക് ദേ നമ്മുടെ തയ്യൽ തുമ്പോടെ നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ ആ തയ്യൽ തുമ്പി കൂടെ നമ്മൾ വരച്ചു കൊണ്ടുവരിക. അതേപോലെ തന്നെ ഇപ്പുറം വയ്ക്കുക. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഞാൻ പറയുമ്പോൾ അതിൻ്റെ രീതിയിൽ പറയാൻ എനിക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാവില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുമ്പോൾ തിരിച്ചു ഇതൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അതേ നമ്മൾക്ക് ഇത് ഇതുപോലെ വരും കേട്ടോ. നമുക്ക് ഇതുപോലെയാണല്ലോ തയ്ച്ച് കിട്ടുക. നമ്മളിത് ഇതൊന്ന് മറച്ചെടുക്കുക കേട്ടോ. അത് ഇങ്ങനെയൊന്ന് തിരിച്ചെടുക്കുമ്പോൾ വേണ്ടില്ല അത് ഉള്ളിലേക്ക് പൊക്കോളും. അപ്പോൾ നെക്കിൻ്റെ ഭാഗം ഒന്ന് ഫിനിഷിങ് ആയി കിട്ടും. പലതരത്തിലും ചെയ്യും കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു തരത്തിൽ ചെയ്തു. നെക്ക് പലതരത്തിലും നീറ്റായിട്ട് ഫിനിഷിങ്ങൊക്കെ വേറെ ഉണ്ട് ലൈനിങ് ഉള്ളത്. അത് വേറെ തരത്തിലും വേറെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തു കേട്ടോ. കണ്ട അപ്പോൾ ഷോൾഡറുകൾ അപ്പോൾ നമ്മുടെ എല്ലാ ഭാഗങ്ങളും ഒപ്പം വെച്ച് നോക്കുക. എവിടെയെങ്കിലും കൂടുതലുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അതൊക്കെ നോക്കിയിട്ട് ചെയ്യുക. ഇനി ആ റേഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടല്ലോ താഴെയും അതുപോലെ ബാക്കിലൊക്കെ തയ്യൽ തുമ്പ് കൊടുത്തിട്ടില്ലേ. അപ്പോൾ ഈ തയ്യൽ തുമ്പ് കൊടുത്തത് ഇനി നമ്മൾ ഫിനിഷ് ചെയ്യാൻ പോവാണ് കേട്ടോ. അതിൽ നമ്മളിത് ഇതുപോലെ ഒരു പീസ് നമ്മൾ എടുക്കണം. അപ്പോൾ 2 ഇഞ്ചിൻ്റെ പീസ് എടുത്താൽ മതി. എൻ്റെ കയ്യിൽ കൂടുതലുണ്ട് അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ് 2 ഇഞ്ച് ആക്കും കേട്ടോ. അങ്ങനെ 2 ഇഞ്ചിൻ്റെ പീസ് നമ്മൾ എടുക്കുക. എന്നിട്ടൊന്ന് മടക്കുക. ഒറ്റ മടക്കിൽ നമ്മളിത് ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കുക കേട്ടോ. ഒറ്റ മടക്കം മാത്രം മതി. അത് തയ്ച്ച് വരുമ്പോൾ നമുക്ക് 1.5 ഇഞ്ച് വരും. ആ 1.5 ഇഞ്ച് മാത്രം മതി കേട്ടോ. ആ 1.5 ഇഞ്ച് എടുത്തിട്ട് നമ്മളിത് ഇതിൻ്റെ നല്ല പുറത്ത് ഇതുപോലെ വെക്കുക കേട്ടോ. നമ്മുടെ തയ്യൽ തുമ്പുണ്ടല്ലോ നമ്മളിത് ഇതുപോലെ നല്ല പുറം ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തയ്യൽ തുമ്പ് ഇപ്പുറത്തുണ്ട് കേട്ടോ. നമുക്ക് കണ്ടാലറിയാം ആ തയ്യൽ തുമ്പ് 1/2 ഇഞ്ചാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അതിലൂടെ നമ്മൾ തയ്ച്ച് വരിക ഫ്രണ്ട് ഭാഗം അതുപോലെ ബാക്കിലും. ഇപ്പോൾ ഞാൻ ഇതുപോലെ കണ്ടോ 1/2 ഇഞ്ചിൽ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇപ്പുറത്തോടെ ഒന്ന് തയ്ച്ചു കൊടുത്താൽ മതിയിട്ട് അതെ ഇതുപോലെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഈ ഒരു രീതിയിലൊന്ന് ഹെം ചെയ്തെടുക്കുക. നമ്മൾ തുന്നി കൊടുക്കുന്നത് നല്ലത്. അപ്പോഴാണ് അവിടെ നീറ്റാവുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം കണ്ടില്ലേ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഇതിൻ്റെ ബാക്ക് പാർട്ടും ഇതുപോലെ തന്നെ ഞാൻ തയ്ച്ചു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നമ്മളത് ഉള്ളിലേക്ക് ഒന്ന് മടക്കി വെച്ചിട്ട് ഒന്ന് തുന്നി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നല്ല എല്ലാം നോക്കിയിട്ട് ചെയ്യുക. ഏത് ഭാഗം കൂടുതലുണ്ടോ എന്ന് നോക്കുക. ഇപ്പം ഞാൻ എൻ്റെ സ്ലീവ് ഇതുപോലെ പഫാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണ്ട ഈ ഒരു പഫ് ഒരു ഭാഗത്തേക്ക് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പഫ് അപ്പോൾ നമ്മൾ ഇപ്പുറത്ത് പഫ് ഇടുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ചിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അളവ് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാം കേട്ടോ. നമ്മളത് ഇതുപോലെ ഞാൻ തയ്ച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം വെട്ടി വെച്ച ആ ഒരു സാധാരണ കൈ ഉണ്ടല്ലോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വെട്ടി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഒപ്പാണോ നോക്കുക. ആ പഫ് ഇട്ടേണ്ട കറക്റ്റാണോ നോക്കിയാൽ മാത്രം മതി. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ വെക്കുന്ന ഭാഗം നോക്കുമ്പോൾ നമ്മുടെ ആം ഹോളിൻ്റെ ഭാഗം കറക്റ്റായിട്ട് വരുന്നുണ്ടോ നോക്കാം കേട്ടോ. അത് നമ്മൾ കറക്റ്റ് നമ്മൾ ലെവലിലാണല്ലോ ആ സാധാരണ സ്ലീവ് വെട്ടിയെടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ഭാഗം നോക്കുക ഒരുപോലെ വരുന്നുണ്ടോ നോക്കട്ടെ. അതിൻ്റെ ആ ഒരു ഇതൊക്കെ കൊടുത്ത് എടുക്കുക. അത്രയും ബുദ്ധിമുട്ടുള്ളൂ. ഇനി അതിന് ശേഷം നമ്മുടെ ഈ ഒരു ഭാഗത്ത് നമ്മളൊരു പട്ട വെച്ച് കൊടുക്കണ്ടല്ലോ. ഇതുപോലെ ഒരു 4 ഇഞ്ചിൻ്റെ പട്ടയാണ് ഞാൻ കൊടുക്കണത്. അപ്പോൾ നമുക്കൊരു 1.5 ഇഞ്ചിൻ്റെ മടക്കി തയ്ക്കാനായിട്ട് ഒരു ഇത് കിട്ടും കേട്ടോ. എൻ്റെ തുണി ഞാൻ അഡ്ജസ്റ്റ് ചെയ്താണ് ചെയ്തിരിക്കണം കേട്ടോ. ഇത്തിരി കൂടിയും കുറേ അധികം തുണി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫ്രിൽസൊക്കെ ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് പഫൊക്കെ ആയിട്ട് കിട്ടും. ഇതിൻ്റെ ചീത്ത പുറത്താണ് ഇതുപോലെ വെച്ചിരിക്കുന്നത് കേട്ടോ. നല്ല പുറത്തേക്കാണ് ഞാൻ മടക്കണേ. ചീത്ത പുറത്ത് വെച്ച് 1/2 ഇഞ്ചിൽ നമ്മളിത് തയ്ച്ചു കൊണ്ടുവന്നു. നല്ല പുറത്തേക്കാണ് കേട്ടോ ഞാൻ മടക്കണത്. അപ്പോൾ ഇതിൻ്റെ ചീത്ത പുറത്തുനിന്ന് ഇതുപോലെ വെച്ച് നല്ല പുറത്തേക്ക് ഈ ഒരു നല്ല പുറത്തേക്ക് തയ്ക്കും. ഇങ്ങനെ നമുക്ക് തയ്ക്കുമ്പോൾ നല്ല നീറ്റായിരിക്കും കേട്ടോ. ബാക്കിലേക്കും തയ്ക്കാം. ഞാനിപ്പോൾ നല്ല പുറത്തേക്ക് വയ്ക്കുമ്പോൾ നമുക്ക് നീറ്റായിട്ട് നമ്മുടെ തയ്യൽ നീറ്റായിട്ട് വരും കണ്ടോ. അപ്പോൾ നമുക്ക് മടക്കി ഇതുപോലെ വരുമ്പോൾ 1.5 ഇഞ്ചിൻ്റെ ആയിട്ട് നമുക്ക് കിട്ടും. ഇതുപോലെ മടക്കും. ഞാനൊരു 1.5 ഇഞ്ചിൻ്റെ ഒരു പട്ടയായിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ 4 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. അത് തയ്ച്ചെല്ലാം വരുമ്പോൾ 1.5 ഇഞ്ചായിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ തയ്ച്ചെടുത്ത് നമ്മുടെ സ്ലീവ് അതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്ലീവിൻ്റെ പണിയൊക്കെ കഴിച്ചു. ഞാൻ അതിൽ ജോയിൻ ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മുടെ ആ ഷേപ്പൊക്കെ നമ്മൾ കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഷേപ്പിൽ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഞാൻ കാണിച്ചു തന്നത് ഇതുപോലെ നമ്മൾ കണ്ടോ ഈ ഒരു ഭാഗമൊക്കെ കണ്ടോ ഇതുപോലെ വെച്ച് എടുത്തു. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഭാഗവും നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല കറക്റ്റായിട്ട് തന്നെ ഷേപ്പ് ചെയ്തെടുക്കുക. ഇതുപോലെ എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഭാഗങ്ങളൊക്കെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല നമുക്ക് റെഡിമെയ്ഡ് എളുപ്പത്തിൽ ചെയ്യാം. നമ്മുടെ ഐഡിയയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ അളവ് എടുത്തിട്ട് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയോളൂ കേട്ടോ.